ഹലോ നമസ്കാരം, ടെക് വീഡിയോസ് കോർണർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഗൂഗിൾ ആപ്സിൽ വന്നിട്ടുള്ള കുറച്ച് അടിപൊളി അപ്ഡേറ്റുകളെ കുറിച്ചാണ്. നമുക്കറിയാം, ഗൂഗിൾ ഇപ്പോൾ പഴയ രീതിയിൽ നിന്ന് മാറി ഓരോ ദിവസവും നിരവധി അപ്ഡേറ്റുകളാണ് കൊണ്ടുവരുന്നത്. പലപ്പോഴും ഇങ്ങനെയുള്ള അപ്ഡേറ്റുകൾ നമ്മൾ അറിയാതെ പോകും. അങ്ങനെയുള്ള അപ്ഡേറ്റുകൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറയുന്നത് പോലെ എപ്പോഴും നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി ഗൂഗിൾ ആപ്സിൽ വന്നിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ പറയുന്ന അപ്ഡേറ്റുകളെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ സമയം കളയുന്നില്ല, നമുക്ക് നേരെ ഫോണിലേക്ക് പോകും. നമുക്ക് നമ്മുടെ ഫോണിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് യൂട്യൂബ് മ്യൂസിക്കിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി അപ്ഡേറ്റിനെ കുറിച്ചാണ്. അതിനുവേണ്ടി നമുക്കിവിടെ യൂട്യൂബ് മ്യൂസിക് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമ്മൾക്ക് ഏത് സോങ്ങാണോ നമുക്ക് പ്ലേ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്തതിന് ശേഷം ആ പോസ്റ്ററിൽ അല്ലെങ്കിൽ ആ മ്യൂസിക്കിന്മേൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ജസ്റ്റ് താഴെ കാണാം, നമുക്കിപ്പോൾ യൂട്യൂബിൽ നമ്മൾ വീഡിയോ പ്ലേ ചെയ്യുന്നത് പോലെ നമുക്ക് ഹൊറിസോണ്ടലും അതേപോലെ തന്നെ വെർട്ടിക്കലായിട്ട് നമുക്ക് ആ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ഫുൾ വ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഫുൾ വ്യൂവിൽ നമുക്ക് യൂട്യൂബ് മ്യൂസിക്കും കാണാനായിട്ട് സാധിക്കും, യൂട്യൂബ് വീഡിയോ കാണുന്ന പോലെ. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ബാക്കിലേക്ക് വരാം. അതിനുശേഷം നമ്മൾ ആ സോങ്ങിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ കാണാം ലിറിക്സ് എന്നുള്ളൊരു ഭാഗം കാണാം. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ലിറിക്സ് ആണോ, സോങ്ങിൻ്റെ വരികളാണോ ഇഷ്ടം, അത് നമുക്കിവിടെ ജസ്റ്റ് നമ്മളൊന്ന് ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം ഏത് വരിയാണ് നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിൽ ജസ്റ്റ് ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ അഞ്ചെണ്ണം ജസ്റ്റ് ടാപ്പ് ചെയ്ത് സെലക്ട് ചെയ്ത് നമുക്കിവിടെ നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ അതിൻ്റെ കളറുകൾ ഇങ്ങനെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം നിങ്ങൾക്കിവിടെ കാണാം ഷെയർ എന്നുള്ളൊരു ബട്ടൺ. അതുവഴി നമുക്ക് ഷെയർ സ്റ്റോറീസ്, ഇൻസ്റ്റാഗ്രാം, അതേപോലെ തന്നെ ഫേസ്ബുക്ക് സ്റ്റോറീസ്, അതേപോലെ തന്നെ നമുക്ക് സേവ് ഇമേജ് ആയിട്ട് നമ്മളുടെ ഫോണിൽ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്യാം. അതേപോലെ തന്നെ ഷെയർ വിത്ത് അതർ ആപ്സ് എന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പ്, അതേപോലെ തന്നെ ഏത് സോഷ്യൽ മീഡിയ ആപ്പാണോ അതിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാനായിട്ടും സാധിക്കും. വളരെ അടിപൊളി ഒരു ഫീച്ചറാണ് യൂട്യൂബ് മ്യൂസിക്കിൽ വന്നിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഗൂഗിൾ ഫോട്ടോസിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി അപ്ഡേറ്റിനെ കുറിച്ചാണ്. അതിനുവേണ്ടി നമുക്കിവിടെ ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഏറ്റവും മുകളിൽ കാണുന്ന പ്ലസ് ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ആൽബം എന്നുള്ളൊരു ഭാഗം കാണാം, അവിടെ ജസ്റ്റ് നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമ്മളുടെ ഫോട്ടോസുകളെ നമുക്കിവിടെ വീഡിയോ ഹൈലൈറ്റ് ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് QR കോഡ് ഉപയോഗിച്ച് പുതിയൊരു ഓപ്ഷൻ നമുക്ക് നൽകി QR കോഡ് വഴി നമുക്കത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നമുക്കിവിടെ ജസ്റ്റ് ഏതെങ്കിലും ഒരു ടൈറ്റിൽ നമുക്കിവിടെ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുന്നു ഞാൻ. അതിനുശേഷം നമുക്കിവിടെ ഡിസ്ക്രിപ്ഷൻ എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കിവിടെ കൊടുക്കാം. അതിനുശേഷം സെലക്ട് ഫോട്ടോസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് ജസ്റ്റ് സെലക്ട് ഫോട്ടോസിലേക്ക് പോയി നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ഫോട്ടോസ് ഇവിടെ സെലക്ട് ചെയ്ത് ഏറ്റവും മുകളിൽ നമുക്ക് ആഡ് എന്നുള്ള ഭാഗം കാണാം, അവിടെ ജസ്റ്റ് ആഡ് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ നമ്മൾ സെലക്ട് ചെയ്ത ഫോട്ടോസ് ഇപ്പോൾ വേണ്ട എന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇവിടെ ഇൻറ്റു കാണാം, അവിടെ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് പോയി. അതിനുശേഷം ഇവിടെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ നമ്മൾ എന്താണ് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കത് മാറ്റം വരുത്തണമെങ്കിൽ അത് മാറ്റം വരുത്താം. നമ്മളുടെ തമ്പനയിലും ഇവിടെ മാറ്റം വരുത്താം. അതേപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ടിക്ക് മാർക്ക് കാണും, അവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ ടിക്ക് ചെയ്ത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. താഴെ ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്കിവിടെ ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ എഡിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്കിവിടെ പെന്നിൻ്റെ ഒരു ഐക്കൺ കാണാം, അതിൽ ജസ്റ്റ് നമ്മൾ ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും മുകളിൽ കാണാം ആഡ് ഹൈലൈറ്റ്സ് എന്നുള്ളൊരു ഭാഗമാണ്, അവിടെ ജസ്റ്റ് നമ്മൾ ടാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഫോട്ടോസൊക്കെ ഇവിടെ വീഡിയോയായിട്ട് ഇവിടെ ഹൈലൈറ്റായി. ഇനി അത് നമുക്ക് ഷെയർ ചെയ്യണം. നമുക്കത് ഷെയർ ചെയ്യണമെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് ലെഫ്റ്റ് സൈഡിലുള്ള ആ ടിക്ക് മാർക്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം, അത് ജസ്റ്റ് ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഷോ QR കോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അതാണ് ഇപ്പോൾ പുതിയതായി വന്നിട്ടുള്ളത്. അതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്ത് ഇവിടെ ക്രിയേറ്റ് ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മളുടെ ഹൈലൈറ്റ് വീഡിയോ, ഫോട്ടോസിന് വീഡിയോസ് ആക്കിയ ഹൈലൈറ്റ് വീഡിയോ ഇവിടെ സ്കാൻ ചെയ്ത് നമുക്ക് കണ്ടാം, ഈ സ്കാൻ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവർക്ക് ജസ്റ്റ് സ്കാൻ ചെയ്യുന്നതിലൂടെ നമ്മളുടെ ഫോട്ടോ ആൽബം ഇതേ രീതിയിൽ അവർക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ ഒരു അടിപൊളി അപ്ഡേറ്റാണ് ഗൂഗിൾ ഫോട്ടോസ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഗൂഗിൾ മെസ്സേജസിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി അപ്ഡേറ്റിനെ കുറിച്ചാണ്. അതിനുവേണ്ടി നമുക്കിവിടെ ഗൂഗിൾ മെസ്സേജസ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ ജസ്റ്റ് ആ സെർച്ചിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ അൺറീഡ് മെസ്സേജ്, അതേപോലെ തന്നെ നോൺ, അൺനോൺ, സ്റ്റാർഡ്, സിം 1, സിം 2 മെസ്സേജ്, ഇമേജസ് ആരെങ്കിലും നമുക്ക് ഷെയർ ചെയ്തിട്ട്, വീഡിയോസ് ആരെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോ ഒക്കെ നമുക്കിവിടെ വളരെ അടിപൊളിയായിട്ട് ഒരു ഫിൽട്ടർ റോ രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട്. അതായത് നമുക്കിവിടെ ജസ്റ്റ് അൺറീഡ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വായിക്കാത്ത മെസ്സേജസൊക്കെ
നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നോൺ അൺനോൺ, അതേപോലെ തന്നെ സിം 1 മെസ്സേജ് കാണണമെങ്കിൽ നമുക്ക് ജസ്റ്റ് സിം 1 ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മതി. അതേപോലെ തന്നെ സിം 2 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിം 2 മെസ്സേജ് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ലിങ്ക്സ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം. അതായത് നമുക്ക് ആരെങ്കിലും നമുക്ക് ലിങ്കുകൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അത് മുൻപ് നമുക്കിവിടെ ഒരു ഓപ്ഷൻ ഇല്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇതിൽ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ ടേൺ ഓൺ എന്നുള്ളൊരു വിൻഡോ വരും. അതിൽ ജസ്റ്റ് ടേൺ ഓൺ ചെയ്ത് കൊടുത്താൽ കഴിഞ്ഞാലാണ് നമുക്ക് ഏതെങ്കിലും നമുക്കറിയാം നമുക്ക് മെസ്സേജസിൽ വരുമ്പോൾ നമുക്ക് ഒരു ലിങ്ക് ഷെയർ ചെയ്യും അവർ. അതേപോലെ തന്നെ നമുക്ക് ആരെങ്കിലും മുൻപ് ലിങ്കുകൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലിങ്കുകളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. വളരെ അടിപൊളി അപ്ഡേഷനാണ് ഇപ്പോൾ ഗൂഗിൾ മെസ്സേജസിൽ വന്നിട്ടുള്ളത്. മുൻപില്ലായിരുന്നു. എല്ലാവരും ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഇത് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഗൂഗിൾ മാപ്സിൽ വന്നിട്ടുള്ള 2-3 അടിപൊളി കിടുക്കാച്ച അപ്ഡേറ്റിനെ കുറിച്ചാണ്. അതിനുവേണ്ടി നമുക്കിവിടെ ഗൂഗിൾ മാപ്സ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് പോകേണ്ട സ്ഥലം നമുക്കിവിടെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ ഡയറക്ഷൻ എന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മളിവിടെ ജസ്റ്റ് സ്റ്റാർട്ട് എന്ന് കൊടുക്കുന്നതിനേക്കാൾ മുൻപ് നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ റൈറ്റ് ടേൺ, അതായത് നമുക്ക് ഇത്ര മീറ്റർ കഴിഞ്ഞാൽ റൈറ്റ് ടേൺ ഉണ്ട്, എത്ര മീറ്റർ കഴിഞ്ഞാൽ ലെഫ്റ്റ് ടേൺ ഉണ്ട്. അതേപോലെ തന്നെ ഏതൊക്കെ വില്ലേജുകളാണ് നമുക്ക് ആ മെയിൻ സിറ്റികളാണ് വരാൻ പോകുന്നത് അതിൻ്റെയൊക്കെ കറക്റ്റ് അതായത് 360 ഡിഗ്രിയിൽ അത് ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 360 ഡിഗ്രിയിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നു. ഒരു അടിപൊളി ഓപ്ഷനും കൂടി ഇപ്പോൾ നമുക്ക് ഗൂഗിൾ മാപ്സിൽ വന്നിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ ജസ്റ്റ് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് മുൻകൂട്ടി കാണാനായിട്ട് സാധിക്കും. നമുക്കിപ്പോൾ ഏതെങ്കിലും അറിയാത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇത് വളരെയധികം ഉപകാരപ്രദമാണ്. അതിനുശേഷം നമുക്കിവിടെ ജസ്റ്റ് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമ്മളുടെ കാറിൻ്റെ ആ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏത് മോഡൽ കാറുകളാണ് വേണ്ടത് അതിവിടെ സെലക്ട് ചെയ്യാനുള്ള ഒരു അടിപൊളി ഓപ്ഷനും കൂടി നമുക്കിപ്പോൾ ഗൂഗിൾ മാപ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ കളറുകൾ മാറ്റി കൊടുക്കാം. ഏത് കളറാണ് നമുക്ക് വേണ്ടത് അതിവിടെ നമുക്ക് മാറ്റിയതിന് ശേഷം ഇവിടെ ഡൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ കാർ ഇവിടെ വരുന്നതാണ്. അതിനുശേഷം നമുക്കിവിടെ അവോയ്ഡിങ് റോഡ് ക്ലോഷർ എന്നുള്ളൊരു ഓപ്ഷനും കൂടി, അതായത് നമ്മൾ പോകുന്ന റൂട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും നമുക്കിവിടെ ഒരു നോട്ടിഫിക്കേഷനായിട്ട് നൽകുന്നുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ജസ്റ്റ് താഴെ കാണാം നമുക്കിവിടെ ഗൂഗിൾ പ്ലേ മ്യൂസിക്കിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പാട്ടുകളൊക്കെ നമുക്ക് ഇവിടെ വെച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ സ്പോട്ടിഫൈ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നമുക്കിവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഗൂഗിൾ പ്ലേ മ്യൂസിക്കും നമുക്ക് ഇവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ഓപ്ഷൻ. ഇത് നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ നമുക്കിവിടെ ജസ്റ്റ് അത് വരുത്താനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നേരത്തെ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ ജസ്റ്റ് മുകളിലേക്കൊന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒന്ന് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഷോ മീഡിയ പ്ലേ ബാക്ക് കൺട്രോൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഞാനിവിടെ സ്പോട്ടിഫൈ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇവിടെ കാണിക്കാത്തത്. നിങ്ങളത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ സ്പോട്ടിഫൈയും കൂടി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ അതാണ് സെലക്ട് ചെയ്തതെങ്കിൽ അത് നമുക്ക് ആ ഗൂഗിൾ മാപ്പിൽ താഴെ ആ ഓപ്ഷനിൽ കാണുന്നതാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ ഗൂഗിൾ മാപ്പ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റ് ഏതാണ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഗൂഗിൾ ഡ്രൈവിലെ ഒരു അടിപൊളി ഫീച്ചറിനെ കുറിച്ചാണ്. അതിനുവേണ്ടി നമുക്കിവിടെ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ജസ്റ്റ് ഏതെങ്കിലും ഒരു വീഡിയോ ജസ്റ്റ് ഇവിടെ പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമുക്കിവിടെ സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട് വീഡിയോ. അതേപോലെ തന്നെ നമുക്കിവിടെ CC ക്യാപ്ഷൻ്റെ ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് 1x 2x നമുക്ക് വീഡിയോ സ്പീഡ് ചെയ്ത് കാണാനായിട്ടുള്ള ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ വെർട്ടിക്കലായിട്ട് നമുക്ക് ഹൊറിസോണ്ടൽ വെർട്ടിക്കലായിട്ട് നമുക്ക് ഫുൾ സ്ക്രീനിൽ നമുക്കിപ്പോൾ ഇവിടെയും വീഡിയോ കാണാനായിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആരും ശ്രദ്ധിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കവിടെ ജസ്റ്റ് ഇവിടെ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കണമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.